നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ജൂലൈ മാസം 16 തീയതി 1199 ആണ്ട് കർക്കിടക മാസം 1 തീയതി. ഇന്ന് കർക്കിടകം 1. അതുപോലെ 16 തീയതി ഇന്ന് മുഹറമാണ്. ശരിക്ക് ഹിന്ദു ആചാരപ്രകാരം രാമായണ മാസം ആരംഭിക്കുകയാണ്. അത് ഉത്തരായനം തീർന്ന് ദക്ഷിണായനത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. അപ്പോൾ അത്ര നെഗറ്റീവ് ബാധിക്കുന്ന മാസമാണ് കർക്കിടക മാസം. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയും കൂടിയാണ്. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രമാണെങ്കിൽ പോലും ഇന്നത്തെ ദിവസം അത്ര കണ്ട് നല്ലതല്ല. കാരണം ചൊവ്വാഴ്ച കർക്കിടക മാസത്തിലേക്ക് പ്രവേശിച്ചു. ഇതെല്ലാം നെഗറ്റീവ്സിനെ കൊണ്ടുവരുന്ന ഒരു ദിവസമായിട്ട് കാണുക. അപ്പോൾ ഇന്ന് ഓരോ ശുഭകാര്യങ്ങൾ ചെയ്യാൻ, ഇതിപ്പോൾ അവധിയൊന്നും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങുന്നവർ ശ്രദ്ധിച്ചായിരിക്കണം ഇറങ്ങേണ്ടത്. കാരണം ചൊവ്വാഴ്ച പോകുന്ന കാര്യങ്ങൾ ശത്രുതയ്ക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും തടസ്സങ്ങൾക്കും കാരണമായി തീരും. അതുപോലെ ഇന്ന് വിശാഖ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു വർഷമാണ് നിങ്ങൾക്കെന്ന് അറിയുക. സാമ്പത്തിക നഷ്ടം ഉണ്ടാവാം, കേസ് വഴക്ക് തുടങ്ങിയ പ്രശ്നങ്ങളിൽ നേരിടാം, സർജറിക്ക് വിധേയമാവാം, അല്ലാതെ ആക്സിഡൻ്റ് ഉണ്ടാവാം, തീപ്പൊള്ളലേക്കാം. ഇതൊക്കെ ശ്രദ്ധിക്കണം. സ്ത്രീ ആയാലും പുരുഷനായാലും വളരെ സൂക്ഷിച്ച് വേണം ഈ വർഷത്തെ നിങ്ങൾ നേരിടാൻ. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് ഈ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഏറെ പരിഹാരങ്ങൾ ചെയ്ത് പോകണം. പ്രത്യേകിച്ച് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭസ്മാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, അർച്ചന ഇവ നടത്തുക. ദേവീക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ കട്ടിപ്പായസം, പട്ട് വാങ്ങി നടക്കി വയ്ക്കുക. ഇതൊക്കെ കുറേ ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. അതിനൊപ്പം തന്നെ നിങ്ങൾ ഒരു ദുർഗായന്ത്രം ശ്രീമുരുക യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷയും കെട്ടി ധരിച്ചോളുക, ഒരു വർഷത്തേക്കുള്ള ദോഷഭാവങ്ങൾ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ. ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുക. രാവുകാലം ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നതെങ്കിലും നമ്മൾ 3:38 തൊട്ട് രാവുകാലം തുടങ്ങുന്നതേ ഉള്ളൂ. 3 മണി തൊട്ട് 4:30 മണി വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും 3:38 തൊട്ട് തുടങ്ങിയേ ഉള്ളൂ. 5 മണി 12 വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം ഒരു ശുഭയാത്രയ്ക്കും എടുക്കരുത്. അതേപോലെ നമുക്കിന്നേ ദിവസം ഓരോ കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക. 12:07 തൊട്ട് 12:55 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. നമുക്ക് എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളുണ്ട്, ഗുളികനും യമകണ്ഠനും. ഈ സമയം ഈ ദിവസം ഈ 2 കാര്യങ്ങൾക്ക്, കാരണം അന്നത്തെ ദിവസം വളരെ സപ്പോർട്ടുള്ള ദിവസമല്ല, അതുകൊണ്ട് ഇവർക്ക് 2 പേർക്കും ശക്തി കൂടുതലാണ്. അതിൽ ഗുളികകാല സമയം വരുന്നത് 12:31 തൊട്ട് 2:01 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 9:23 തൊട്ട് 10:57 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് കുറേ ദോഷങ്ങളെങ്കിലും കുറയ്ക്കാനായിട്ട് ചുവന്ന വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായിരിക്കും. റെഡ് കളറ് വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വസ്ത്രധാരണത്തിൽ റെഡ് കളറും കൂടി ഉണ്ടായിരിക്കണം. അത് കുറേ ദോഷത്തെ കുറയ്ക്കാൻ സഹായിക്കും. ഇല്ലാത്തവർ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു ചുവന്ന തുണി കയ്യിൽ കരുതുക. ഈ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.